ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ലിവറേജ് റേഷ്യോ, അതായത് സോൾവൻസി റേഷ്യോയിൽ സ്ട്രക്ചറൽ റേഷ്യോ, കവറേജ് റേഷ്യോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്ട്രക്ചറൽ റേഷ്യോ ക്ലാസ് ഓൾറെഡി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇക്വേഷനും ഒരു പ്രോബ്ലവും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചറൽ റേഷ്യോ, അതിലേതൊക്കെയാണ് സ്ട്രക്ചറൽ റേഷ്യോയിൽ വരിക എന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ട്രക്ചർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യാപിറ്റൽ സ്ട്രക്ചർ കാണിക്കുന്ന റേഷ്യോ ആണ്. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റി. ദാറ്റ് വുഡ് ബി എന്താ പറയുക, സോൾവൻസി റേഷ്യോയിലൂടെ കമ്പനിയുടെ ഔട്ട്സൈഡ് ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആ ഫേമിനുണ്ടോ എന്നുള്ളത് ഡിസ്ക്ലോസ് ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പോൾ ആ റേഷ്യോയിലൂടെ എന്താണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്? കമ്പനിയുടെ ലോങ് ടേം ലയബിലിറ്റിയാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് വെച്ചിട്ട്, അതായത് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ് വെച്ചിട്ട് ആ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എത്രത്തോളം ഉണ്ട്, സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് റേഷ്യോ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ആ റേഷ്യോസിനെയാണ് നമ്മൾ സ്ട്രക്ചർ റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ. സ്വന്തമായിട്ട് കൊണ്ടുവരുന്ന ഫണ്ടും കടമായിട്ട് വാങ്ങിക്കുന്ന ഫണ്ടും തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പാണ് സ്ട്രക്ചർ റേഷ്യോയിലൂടെ കാണിക്കുന്നത്. എത്രത്തോളം അതിൻ്റെ പ്രൊപ്പോർഷൻ ഉണ്ട് എന്നുള്ളത്, അതായത് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുള്ള എബിലിറ്റിയൊക്കെ നമ്മുടെ ഫേമിനുണ്ടോ എന്നുള്ളതൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ റേഷ്യോയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റേഷ്യോസ് ഒന്ന് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. അത് രണ്ട് ഫോമിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയിട്ടും ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയിട്ടും. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ബേസിലാണ് നമ്മൾ ഡെറ്റ് ഇക്വിറ്റി കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആയിട്ടാണ് വരിക. ലോങ് ടേം ഡെറ്റ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ അല്ലേ, ഡിബഞ്ചർ, ലോങ് ടേം ലോണ്, അതൊക്കെയാണ് വരിക. ഇനി ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റിയിൽ വരുമ്പോൾ ടോട്ടൽ എടുക്കുക. ലോങ് ടേം എടുക്കണം, ഷോർട്ട് ടേം എടുക്കണം. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ, ലോങ് ടേം ലോണ്, അതും പിന്നെ ഷോർട്ട് ടേം ഡെറ്റ് എന്ന് പറയുമ്പോൾ കറൻറ്റ് ലയബിലിറ്റിയും കൂടി ചേർത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് മുഴുവനായിട്ട് ലോങ് ടേം ഡെറ്റിൽ കാണിക്കണം. ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഔട്ട്സൈഡേഴ്സ്, ദാറ്റ് മീൻസ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഔട്ട്സൈഡേഴ്സ് ഇൻക്ലൂഡ് ഡിബഞ്ചർ, മോർഗേജ്, ഓൾ അതർ ലോങ് ടേം ലോൺസ്. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഷോർട്ട് ടേം ലയബിലിറ്റി ആയിട്ടുള്ള കറൻറ്റ് ലയബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഡെപ്റ്റ് വരിക. അപ്പോൾ അവിടെ ഇക്വേഷൻ എന്താ വരിക? ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അപ്പോൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെങ്കിൽ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി, ടോട്ടൽ ഡെറ്റ് ആണെങ്കിൽ ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ രണ്ട് രീതിയിൽ കാണാം. ഓക്കെ, രണ്ടാമത്തെ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. ആ റേഷ്യോ എങ്ങനെയാണ്? ആ ഇക്വേഷനിൽ തന്നെ ഉണ്ട്. ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ഫിക്സഡ് അസറ്റും വരും, കറണ്ട് അസറ്റും വരും അല്ലേ. ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും വരും. അതേപോലെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുമ്പോഴോ ലോങ് ടേം ഡെപ്റ്റും വരും, അതേപോലെ കറൻറ്റ് ലയബിലിറ്റിയും വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി മൂന്നാമത്തത് ഏതാണ്? തേർഡ് വൺ പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഓക്കെ, ഒരു 50% ആണ് അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ പ്രൊപ്രൈറ്ററി റേഷ്യോനെ നമ്മൾ ഇക്വിറ്റി റേഷ്യോ, നെറ്റ് വർത്ത് റേഷ്യോ എന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പ്രൊപ്രൈറ്ററി റേഷ്യോ മാറിപ്പോകരുത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ് അതിൻ്റെ ഇക്വേഷൻ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഫോർത്ത് വണ്ണ് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ ആണ്. അത് ആ ഇക്വേഷനിലുണ്ട്. ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ടാണ് അല്ലേ. അപ്പോൾ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ എന്നുകൂടെ അതിന് വേറൊരു പേരുണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോൻ്റെ വേറൊരു പേരാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ അങ്ങോട്ട് മാറിപ്പോരുത്. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്
അല്ലെങ്കിൽ നെറ്റ് വർത്ത് ഒന്ന് തന്നെയാണ്. അപ്പോൾ നാലാമത്തെ ഇക്വേഷൻ എന്താണ്? പ്രൊപ്പറേറ്റീവ്സ് ഫണ്ട് റേഷ്യോ മീൻസ് ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പറേറ്റീവ്സ് ഫണ്ട്. പിന്നെ ഫിക്സഡ് അസറ്റ് റേഷ്യോ ഉണ്ട്, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൊപ്പറേറ്റീവ്സ് ഫണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ഡിവൈഡ് ബൈ പ്രൊപ്പറേറ്റീവ്സ് ഫണ്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ റേഷ്യോ ഒരു 0.75 ആണ് നമുക്ക് കിട്ടിയതെന്ന് വിചാരിക്കാം. ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 0.75:1 ആണ് ആൻസർ കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 75% ഓഫ് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് എന്നാണ്. അതായത് പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ 75% ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഫിക്സഡ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 75% ആണ്. പെർസെൻറ്റേജിൻ്റെ ഫോമിലാണെങ്കിൽ 75% ആണ് കിട്ടുക. പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് 0.75 ആൻസർ കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ടിൻ്റെ 75% ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി വർക്കിംഗ് ക്യാപിറ്റലിൽ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 80% ആണെങ്കിൽ 80% ഫിക്സഡ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയത് 50% ആണെങ്കിൽ 50% ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കി വർക്കിംഗ് ക്യാപിറ്റലിലോട്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇഫ് ദ റേഷ്യോ ഈസ് മോർ ദാൻ 1, അതായത് 100%-ലും കൂടുതലാണെങ്കിലാണ് നമുക്ക് 1 ആൻസർ കിട്ടുക, അല്ലേ? അപ്പോൾ മോർ ദാൻ 1 ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഹാവ് ബീൻ യൂസ്ഡ് ടു അക്വയർ എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുമ്പോൾ ഓണേഴ്സ് ഫണ്ട്, പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്, അതുകൂടാതെ നമ്മൾ കടം വാങ്ങിയിട്ടുള്ള എമൗണ്ട് ഉണ്ട്, അതും കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് അസറ്റ് വാങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഫ് ദ റേഷ്യോ ഇസ് മോർ ദാൻ 1 ഇറ്റ് വിൽ മീൻസ് ദാറ്റ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഹാവ് ബീൻ യൂസ്ഡ് ടു അക്വയർ എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ ഒരു ഭാഗം വാങ്ങാൻ ആ ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ടും കൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക 60 മുതൽ ഒരു 65% വരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏത് റേഷ്യോ? പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട് റേഷ്യോ. അടുത്ത റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ് കേട്ടോ. ഫിക്സഡ് അസറ്റ് റേഷ്യോൻ്റെ ഇക്വേഷൻ തന്നെ ആദ്യം പറയാം. ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, അതായത് ഫിക്സഡ് അസറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻസ് ഒക്കെ ലെസ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് എമൗണ്ട് ആണ് എടുക്കാൻ പാടുള്ളൂ. ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അപ്പോൾ നമ്മൾ മുന്നേ ഫിക്സഡ് അസറ്റ് റേഷ്യോ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഫിക്സഡ് അസറ്റ് എടുക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം. ലോങ് ടേം ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ലോങ് ടേം ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും ലോങ് ടേം ബോറോഡ് ഫണ്ടും കൂടെ ചേർത്തതാണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്കറിയാം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, പ്രിഫറൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തതാണ്, അല്ലേ? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കൂടെ ലോങ് ടേം ഫണ്ടും കൂടെ ആഡ് ചെയ്തതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി ക്യാപിറ്റൽ എംപ്ലോയിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം നോട്ട് ചെയ്യുക, ഒരു ബോക്സിലിട്ട് വയ്ക്കുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് 2 രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ബാലൻസ് ഷീറ്റിൽ അതായത് 2 പാർട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഫിക്സഡ് അസറ്റ്സിൻ്റെ പാർട്ടും ലയബിലിറ്റിയുടെ പാർട്ടും നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, അസറ്റ് സൈഡിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടും നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ലയബിലിറ്റി സൈഡിലുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടും നമുക്ക് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അസറ്റ് സൈഡിൽ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിൽ ഫിക്സഡ് അസറ്റിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റും കറൻറ്റ് അസറ്റും ആഡ് ചെയ്തതിന് ശേഷം, അതായത് അസറ്റ് സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ആഡ് ചെയ്തതിന് ശേഷം കറൻറ്റ് ലയബിലിറ്റിയാണ് മാറ്റി വയ്ക്കുക. ഓക്കെ, അസറ്റ് സൈഡിലുള്ള കംപ്ലീറ്റ് ആയിട്ടും അസറ്റ് സൈഡ് ടോട്ടൽ എടുക്കുക, അതിൽ കറൻറ്റ് ലയബിലിറ്റി മാറ്റി വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. അതുപോലെ ലയബിലിറ്റി സൈഡിലത്തെ ഐറ്റംസ് വെച്ചിട്ടാണെങ്കിൽ ഷെയർ ക്യാപിറ്റലിൽ ഏതൊക്കെ ഉണ്ടാവും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഉണ്ടാവും. അതിൻ്റെ കൂടെ റിസർവ്സും സർപ്ലസും പി&എൽ അക്കൗണ്ട് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ലോങ് ടേം ലയബിലിറ്റീസും അതിൻ്റെ കൂടെ ചേർക്കുക. എന്ത് മാത്രം ചേർക്കാൻ പാടില്ല? കറൻറ്റ് ലയബിലിറ്റി മാത്രം ചേർക്കാൻ പാടില്ല. അപ്പോൾ അസറ്റ് സൈഡിലുള്ള എല്ലാ ഐറ്റം ആഡ് ചെയ്തിട്ട് കറൻറ്റ് ലയബിലിറ്റി ലെസ് ചെയ്താലും ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസിൽ കറൻറ്റ് ലയബിലിറ്റി മാത്രം മാറ്റി വയ്ക്കുക, അപ്പോഴും നമുക്ക് ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരേ എഫക്റ്റാണ്. അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്തിട്ട് കറൻറ്റ് ലയബിലിറ്റി മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോഴും ലയബിലിറ്റി സൈഡിൽ കറൻറ്റ് ലയബിലിറ്റി അല്ലാത്തതും എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുക, കറൻറ്റ് ലയബിലിറ്റി മാത്രം മാറ്റി വയ്ക്കുക, അപ്പോഴും ഒരേ എഫക്റ്റ് തന്നെയല്ലേ? കാരണം ബാലൻസ് ഷീറ്റ് 2 സൈഡും ഒരേ ടോട്ടലല്ലേ വരിക. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ റേഷ്യോൻ്റെ ഇക്വേഷൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്താണ്? ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ദാറ്റ് മീൻസ് ലോങ് ടേം ഫണ്ട്.
സ്റ്റാൻഡേർഡായിട്ട് ഒരു 66.2/3%, അതായത് 66.67% ആണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ 100%ലും കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫിക്സഡ് അസറ്റ് ഹാസ് ബീൻ ഫൈനാൻസ്ഡ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്. ഷോർട്ട് ടേം ഫണ്ടും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് അസറ്റ് വാങ്ങണമെന്നാണ് മീൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ് അടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക. ഇത് തിയറിയും ചോദിക്കാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ തിയറി എപ്പോഴും കാണുന്നൊരു ക്വസ്റ്റ്യനാണ്, നന്നായിട്ട് പഠിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രപ്പോർഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതേപോലെ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്. എന്താ ഈ ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാൽ? ആ വേർഡിൽ തന്നെ ഉണ്ടല്ലോ, ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് ഫിക്സഡ് ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കും. എക്സാമ്പിൾ ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ അന്ന് എന്താണ്, ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ? അതേപോലെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പൽസറി ആയിട്ട് ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കണ്ടേ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മുടെ കമ്പനി ആണെങ്കിൽ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കമ്പൽസറി ആയിട്ട് കൊടുക്കണം. അതേപോലെ ഡിബഞ്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ലോങ് ടേം ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നാണോ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായാലും ശരി, നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻട്രസ്റ്റോട് കൂടി തിരിച്ചടയ്ക്കണം, വേണ്ടേ? അപ്പോൾ ഫിക്സഡ് ഇൻകം കിട്ടും ആ ഫണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഫിക്സഡ് ഇൻകം ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഡിബഞ്ചർ, ലോങ് ടേം ലോൺ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും എല്ലാ റിസർവ്സും, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാവുന്ന റിസർവ്സും സർപ്ലസും പ്രോഫിറ്റും. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് എന്താണ് മാറ്റി വയ്ക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വേണ്ട, അവർക്ക് കിട്ടുന്ന റിസർവും ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഓൾ ദി റിസർവ്സ് ആൻഡ് സർപ്ലസ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും. ഓക്കെ. ഇനി ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എങ്ങനെയാണ് കാണുക? ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്, ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. രണ്ട് കോമ്പണൻറ്റ്സ് ഏതൊക്കെയാണ്? ഫിക്സഡ് ഇൻകം ബിയറിംഗ് ഫണ്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും. ആ രണ്ട് കോമ്പണൻറ്റും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഇത് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തന്നെയാണ് റിവീൽ ചെയ്യുന്നത്. കമ്പനി ഹൈലി ഗിയർഡ് ആണെന്ന് പറയുക എപ്പോഴാണെന്ന് വെച്ചാൽ പ്രപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചർ ഈസ് ഹൈ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെയും ഡിബഞ്ചറിൻ്റെയും പ്രപ്പോർഷൻ കൂടുതലാണെങ്കിൽ ഹൈലി ഗിയർഡ് കമ്പനിയാണെന്ന് നമുക്ക് പറയാം. ഇക്വിറ്റി ക്യാപിറ്റൽ കുറവായിരിക്കും. ഇനി ഇക്വിറ്റി ക്യാപിറ്റൽ കൂടുതലാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും കുറച്ചേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ലോ ഗിയേർഡ് എന്നാണ് പറയുക. ആ കമ്പനി എന്താണ്? ലോ ഗിയേർഡ് എന്നാണ് പറയുക. ഹൈ ഗിയേർഡ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും കൂടുതലാണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലോ ഗിയേർഡ് കമ്പനി എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലൊക്കെ പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഈ തിയററ്റിക്കൽ പാർട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, സോൾവ് ചെയ്ത് തരാം. ഓക്കെ.